ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിച്ചിരുന്ന മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്നു മുതൽ അധ്യയനം ആരംഭിക്കും. ഉരുൾപൊട്ടിയ ജൂലൈ 30 മുതൽ നൂറുകണക്കിന് കുടുംബങ്ങളെ താമസിപ്പിച്ചിരുന്നത് മേപ്പാടി സ്കൂളിലായിരുന്നു. താൽക്കാലിക പുനരധിവാസത്തിന്റെ ഭാഗമായി മുഴുവൻ കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിച്ചതിനെ തുടർന്നാണ് സ്കൂളുകളിൽ പഠന പ്രവർത്തനം ആരംഭിക്കുന്നത്. അനൂപ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനൂപ്, ഇന്നു മുതൽ അവിടുത്തെ മേപ്പാടിയിലെ ആ സ്കൂളിൽ ഇന്നു മുതൽ പഠന പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എല്ലാവർക്കും താൽക്കാലിക പുനരധിവാസം സാഫല്യമായ ഒരു സാഹചര്യത്തിൽ കൂടെയാണിത്. അതെ, ഇന്നിപ്പോൾ മേപ്പാടി സ്കൂൾ ഇന്ന് അതിൻ്റെ അധ്യയന ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസക്കാലമായി ഈ സ്കൂള് ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിക്കുകയായിരുന്നു. ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇത്തരത്തിൽ ക്യാമ്പായി പ്രവർത്തിച്ച ഈ സ്കൂളിൽ നിന്ന് ആളുകളെ ചൂരൽമലയിലും മുണ്ടക്കയിൽ നിന്നുമെല്ലാം ഇവിടേക്ക് എത്തിച്ച ആളുകളെ മാറ്റി താമസിപ്പിക്കാൻ ആയി ജില്ലാ ഭരണകൂടത്തിനായി. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കാൻ ഈ സ്കൂളിനായി. ഞാനിപ്പോൾ നിൽക്കുന്നത് ഹയർ സെക്കൻഡറി വിഭാഗം സ്കൂളിലാണ്. ഇവിടെ നിന്ന് ചൂരൽമല ദുരന്തത്തിൽ ഇവിടെ പഠിച്ചിരുന്ന +1 പഠിച്ചിരുന്ന 3 കുട്ടികൾ ഉൾപ്പെടെ മരണപ്പെട്ടൊരു സാഹചര്യമുണ്ട്. ഏതായാലും അതിൻ്റെയൊക്കെ ഒരു സങ്കടകരമായ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ സ്കൂൾ ഇന്ന് തുറക്കുന്നത്. സെപ്റ്റംബർ 2-നാണ് ഈ മുണ്ടക്കൈ അതുപോലെ തന്നെ ചൂരൽമല തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള ആ ദുരിതം നേരിട്ട് അനുഭവിച്ച ആ ഭാഗത്ത് അല്ലെങ്കിൽ ആ തകർന്ന സ്കൂളുകളിലെ കുട്ടികൾ ഇവിടേക്ക് എത്തുക. അതിൽ ഈ അതായത് ഒന്ന് ഈ വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ ഇവിടെയും ഈ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും, പിന്നെ ഇതിന് തൊട്ട് താഴെയായിട്ടുള്ളൊരു APJ ഹാളുണ്ട്. അവിടെയാണ് മുണ്ടക്കൈ LP സ്കൂളിലെ കുട്ടികൾ പഠിക്കുക. ഏതായാലും ആ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ചില അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ സൗകര്യങ്ങൾ, അതായത് കൂടുതൽ കുട്ടികൾ എത്തുമ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് എല്ലാം പൂർത്തിയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഈ സ്കൂളിൽ കുട്ടികളെ എത്തിക്കുന്നത്. അത് നേരത്തെ തന്നെ ആരംഭിച്ചതാണ്, ഇപ്പോഴും അത് തുടരുന്നു. ഇപ്പോൾ താഴ്ഭാഗത്തെല്ലാമുള്ള ചില അഡീഷണൽ കൂടുതൽ ക്ലാസ് മുറികളും ഡെസ്കും ബെഞ്ചും അതുപോലുള്ള ചില പശ്ചാത്തല സൗകര്യങ്ങൾ ഏർപ്പെടുത്താനായിട്ടുണ്ട്. അത് നേരത്തെ തന്നെ അതിനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചാണ് ഈ സ്കൂളുകൾ പുനരാരംഭിക്കാൻ അല്ലെങ്കിൽ അധ്യയനം പുനരാരംഭിക്കാൻ ഉള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. അത് പൂർത്തിയാവുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ ഈ കുട്ടികൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 കുട്ടികൾ, ഈ സ്കൂളിലുള്ള 3 കുട്ടികൾ ഈ ദുരന്തത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഒരു അനുശോചന യോഗവും പ്രത്യേക അസംബ്ലിയും എല്ലാം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ PTA ബന്ധപ്പെട്ട ആളുകളെല്ലാം ഇവിടെയുണ്ട്. ഇന്നിപ്പോൾ സ്കൂൾ തുടങ്ങുകയാണ്. നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ അതിനായിട്ട് പശ്ചാത്തല സൗകര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി? പശ്ചാത്തല സൗകര്യം മാറ്റങ്ങൾ വരുത്തിയെന്ന് വെച്ചാൽ, നമ്മൾ വെള്ളാർമല VHC അത് താഴെ നമ്മൾ ലാബിൻ്റെ ആ ഒരു ഹോള്, നമ്മൾ തമിഴ് മീഡിയം സ്കൂളൊക്കെ പഠിക്കുന്നത് അത് മൊത്തം നമ്മൾ ഒഴിവാക്കി. അവർക്ക് മാത്രം ഓഫീസും ആ സംവിധാനം മൊത്തം അവർക്ക് അവിടെ ഒഴിവാക്കിക്കൊണ്ട് ഓഫീസ് സംവിധാനം ഉൾപ്പെടെ ഇങ്ങോട്ട് മാറ്റി. ഓഫീസ് സംവിധാനം ഉൾപ്പെടെ VHCയുടെ ഓഫീസ് സംവിധാനം മൊത്തം ഉൾപ്പെടെ അങ്ങോട്ട് മാറ്റി. മുണ്ടക്കൈ LP സ്കൂൾ നമ്മൾ ഇവിടുന്ന് ഈ സ്കൂളിൻ്റെ നമ്മളെ LP സ്കൂളുണ്ടല്ലോ, അതും മറ്റേ നമ്മൾ ഓരോ ക്ലാസ് റൂമിൽ, അതായത് നമ്മൾ ഹൈസ്കൂള് അതേപോലെ 5ാം ക്ലാസ് ഇവിടെ ഉണ്ടല്ലോ, നമ്മൾ 5, 6, 7, 8 എല്ലാ ക്ലാസ്സും ഉണ്ട്. 1 മുതൽ എല്ലാ ക്ലാസ്സും ഉണ്ടല്ലോ. ആ ക്ലാസ് നമ്മളെ ക്ലാസ്സിൽ കുട്ടികൾ ഷഫിൾ ചെയ്തു. അതായത് ഷഫിൾ ചെയ്ത് മാറ്റി കുറച്ച് കുട്ടികളെ എല്ലാ ക്ലാസ്സിലേക്കും ആക്കി. ഇവർക്ക് മാത്രമായിട്ട് ഓരോ ക്ലാസ്സുകൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ നമ്മളെ +1 വിഭാഗത്തിലാണോ മരിച്ച 3 കുട്ടികളുണ്ടായി പഠിച്ചുകൊണ്ടിരുന്നത്? 3 മരണക്കുട്ടി, നമ്മൾക്ക് 3 കുട്ടികൾ നഷ്ടപ്പെട്ടു. അതായത് +1 ഒരു കുട്ടിയും +2 2 കുട്ടിയും നമുക്ക് നഷ്ടപ്പെട്ടു. സ്കൂൾ നഷ്ടപ്പെട്ടു. +2 2 അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടു. ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ഈ 9 നമ്മൾ വന്നതെന്ന് വെച്ചാൽ, കുട്ടികളെ ഇന്ന് നമ്മൾ അസംബ്ലിയായി നിർത്തിക്കൊണ്ട് നമ്മൾ അവർക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു അനുശോചന യോഗം ഇന്ന് കൂടുകയാണ് നമ്മളിവിടെ. സ്കൂൾ ഈ ഒരു മാസക്കാലം ഇവിടെ ഇതൊന്നും ആയിരുന്നില്ല സാഹചര്യം. ഇന്നിപ്പോൾ നമ്മളിപ്പോൾ രാവിലെ വന്നിട്ടാണ് ഏതൊരു അറ്റ്മോസ്ഫിയർ ഇവിടെ സാറുമാരും ടീച്ചർമാരൊക്കെ എല്ലാവരും കൂടി ഇത് ഇത്രയും ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയത്. ഇനി ഒരുപാട് വർക്കുകൾ ബാക്കിയുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഹയർ സെക്കൻഡറി ഇങ്ങോട്ട് കയറുന്ന ഞാൻ കലക്ടറെയും ഡെപ്യൂട്ടി കലക്ടറെയും പിന്നെ ഷാജാൻ സാർ ഒക്കെ നേരിട്ട് പോയി കാണുകയും ഇപ്പോൾ മന്ത്രിയോടൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മളിങ്ങോട്ട്. അപ്പോൾ ഇന്നലെ ഞാൻ കലക്ടറെ വിളിച്ചപ്പോൾ, ഇതിൻ്റെ കോർഡിനേറ്ററെ വിളിച്ചപ്പോൾ സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ മെറ്റൽ കിട്ടാനില്ല. നിങ്ങൾ കണ്ടില്ല, ഇങ്ങോട്ട് കയറാനുള്ളൊരു വഴി ഹയർ സെക്കൻഡറിയിലേക്ക് വേഴാനുള്ള കുട്ടികൾ നമ്മൾ ആർദ്രമായി സ്വാഗതം ചെയ്യുമ്പോൾ എല്ലാ പശ്ചാത്തലവും നമുക്ക് ഒരുക്കാനുള്ള സാധിച്ചു. പക്ഷേ ഈ വഴിയുടെ ഒരു പ്രശ്നം, കല്ലും മെറ്റലും കിട്ടാത്തതുകൊണ്ട് ഒരു ചെറിയ പ്രശ്നം കൂടി ഉണ്ട് എന്ന് പറയാം. ഇന്നത്തോട് പരിഹരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ മെറ്റൽ കിട്ടിയാൽ കലക്ടർ ഇന്നലെ ഇതിൻ്റെ കോർഡിനേറ്റർ സെപ്റ്റംബർ 2 ഒരു വിപുലമായ ഒരു പ്രവേശനോത്സവമൊക്കെ അതിനായി ഇന്ന് നമ്മൾ DD മീറ്റിംഗിൻ്റെ അതിൽ തീരുമാനിക്കും. ഇപ്പോൾ ഇന്ന് ഇത് സംബന്ധിച്ച് ജില്ലാ ഭരണകൂടമായ ഒരു മീറ്റിംഗ് ഉണ്ട്. അതിനുശേഷമാണ് സെപ്റ്റംബർ 2 പ്രവേശനോത്സവം നടത്തുന്ന ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഈ സ്കൂളിൽ ക്രമീകരിക്കുക. ഏതായാലും ഈ ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ഒക്കെ വലിയ ദുരന്തം, ഒരു
സമാനതകളില്ലാത്തൊരു ദുരന്തം നേരിട്ടവരാണ് ആ കുട്ടികൾ, അവരുടെ രക്ഷിതാക്കളെല്ലാം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഈ പഞ്ചായത്ത് ഹാളിൽ ഒരു യോഗമെല്ലാം സംഘടിപ്പിച്ച് അതിനായി സ്വീകരിച്ച മുൻകരുതലുകൾ, ഇവിടെ കുട്ടികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതിനെക്കുറിച്ചെല്ലാം ഒരു വിശദമായ യോഗം സംഘടിപ്പിച്ചതിന് ശേഷമെല്ലാമാണ് ഇത് തുറന്നത്. ഇന്നും ആ രീതിയിലുള്ള മീറ്റിങ്ങുകളും മറ്റും ചേർന്നാണെങ്കിൽ 2-ാം തീയതിത്തെ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നത്. ഏതായാലും ഒരു വലിയ ദുരന്തഘട്ടം പിന്നിട്ട് അതിജീവനത്തിൻ്റെ ഒരു ആദ്യ ശ്രമങ്ങളിൽ ഒന്നായി മാറുകയാണ് ഈ മേപ്പാടി സ്കൂളിലെ അധ്യയനം പുനരാരംഭിക്കുന്നത്. ഏതായാലും കുട്ടികളെല്ലാം ഇവിടെ എത്തി അല്പസമയത്തിനകം ഒരു അനുശോചന യോഗവും അതോടൊപ്പം പ്രത്യേക അസംബ്ലിയും എല്ലാം ചേർന്നാണ് ഒരു മാസക്കാലത്തിന് ശേഷം മേപ്പാടി സ്കൂൾ പുനരാരംഭിക്കുന്നത്.